കുറച്ച് ദിവസമായി ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പല കാരണങ്ങളും കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഈ ഒരു ലോങ് വീഡിയോയുടെ റീസൺ എന്താന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ഒന്നും അല്ല. യൂട്യൂബിലിപ്പം സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ എന്തെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് ഇപ്പം യൂട്യൂബിലിപ്പോൾ എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരുത്തരുടെ ടേസ്റ്റും ഓരോരുത്തരുടെ പ്രിഫറൻസും വ്യത്യാസമാണ്. പിന്നെ എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ എടുക്കുക അതൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊന്നും പറ്റണ കാര്യങ്ങളല്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരോട് എനിക്ക് ഫുൾ റെസ്പെക്റ്റ് ഉണ്ട്. കാരണം ഓരോ ദിവസം ഉണ്ടാവണ കാര്യങ്ങൾ എപ്പോഴും അവരൊരു സെറ്റപ്പൊക്കെ ഉണ്ടായിരിക്കും അവർക്ക് ഒരു വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പും. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊന്നും ഓർമ്മയുണ്ടാവില്ല എപ്പോഴും വീഡിയോ എടുക്കണം എന്നൊന്നുള്ളത്. പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ എല്ലാം എടുക്കണ ഒരാളല്ല ഞാൻ. പിന്നെ നിങ്ങളുടെയൊക്കെ പോലെ തന്നെയാണ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും. ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഫിൽട്ടർ ഇല്ലാത്തൊരു ജീവിതമല്ലേ നമ്മൾ. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഒന്നിനൊരു ഫിൽട്ടർ ഉണ്ടാവില്ലല്ലോ. നമ്മൾ എങ്ങനെയാണോ അങ്ങനെയല്ലേ. അതിൽ നമുക്ക് ദേഷ്യം വരാം, ബഹളം വയ്ക്കാം, നല്ല നിമിഷങ്ങൾ ഉണ്ടാവാം. പിന്നെ എല്ലാവരും പുറത്ത് കാണിക്കുന്നത് അവരുടെ നല്ല നിമിഷങ്ങളും അങ്ങനത്തെ കാര്യങ്ങളാണ്. അതെല്ലാം നാച്ചുറലാണ്. പിന്നെ ഞാൻ യൂട്യൂബിൽ പുതിയതായിട്ടാണ്, ഞാൻ അധികം ആയിട്ടില്ല യൂട്യൂബിൽ. അപ്പോൾ അധികം ഷോർട്സാണ് ഞാൻ ഇടാറുള്ളത്. പിന്നെ ഇപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാമാണ് ഞാൻ പൊതുവെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു എന്താ പറയുക സോഷ്യൽ മീഡിയ എന്ന് പറയണത്. പിന്നെ ഇൻസ്റ്റഗ്രാമിലും ഞാനൊരു 2 വർഷത്തൊരു ബ്രേക്കിന് ശേഷമാണ് വന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കൂടുതലും ഇപ്പോൾ ഇടുന്നതൊക്കെ ഇംഗ്ലീഷിലാണ്. ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്യണത്, റീൽസൊക്കെ. അതിലും ഞാനിപ്പോൾ മൺഡേ ആണെങ്കിൽ ഒരു വെൽനെസ് മൺഡേ ആയിരിക്കും. പിന്നെ ട്യൂസ്ഡേ എനിക്ക് കറണ്ട് അഫയേഴ്സ്, എനിക്ക് പൊതുവെ പൊളിറ്റിക്സ്, കറണ്ട് അഫയേഴ്സ്, പിന്നെ അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള കുറേ ടോപ്പിക്സ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ കാരണം നമുക്ക് നമ്മുടെ വ്യൂസ് എല്ലാം നമുക്ക് എന്താ പറയുക ഒരു മീഡിയത്തിലൂടെ നമുക്ക് ആളുകളെ എത്തിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ സോഷ്യൽ മീഡിയ എന്നുള്ളത്. പിന്നെ വെനസ്ഡേ ആണെങ്കിൽ എനിക്ക് പെർഫോമൻസ്, കാരണം ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പം എനിക്ക് എൻ്റെ കഴിവുകളെ പ്രദർശിപ്പിക്കുക എന്നുള്ളത് അതിനും പറ്റിയൊരു ഫീൽഡല്ലേ ഇത്, ഒരു മീഡിയ അല്ലേ ഇത്. അപ്പോൾ ഒരു ഫിൽറ്ററൊന്നും ഇല്ലാണ്ട് ഞാനായിട്ട് എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എത്തിക്കുക, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇംഗ്ലീഷ് ചെയ്യണതുകൊണ്ട് ഞാൻ യൂട്യൂബ് വീഡിയോ തുടങ്ങിയപ്പോൾ ഞാനിത് മലയാളത്തിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ പോണ സ്ഥലങ്ങളും പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ നാട്ടിൽ വരുമ്പോഴുള്ള കാര്യങ്ങൾ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, എനിക്ക് ഒറ്റയ്ക്ക് സോളോ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അമ്പലങ്ങളാണെങ്കിലും നമ്മുടെ കൾച്ചർ, നമ്മുടെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ കൂടുതലും യൂട്യൂബിലൂടെ പറയുന്നത്. പിന്നെ ഭാവിയിൽ എനിക്കിതൊരു പോഡ്കാസ്റ്റ് ചാനലായിട്ട് മാറ്റണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം ഞാനിപ്പോൾ കൂടുതലൊരു വ്യൂസോ അല്ലെങ്കിൽ അതൊന്നുമല്ല ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണേ. എനിക്ക് ഒരു സ്ട്രോങ് ആയിട്ട് എൻ്റെ അഭിപ്രായങ്ങളും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം കാണിക്കാൻ പറ്റുന്ന ഒരു ചാനൽ വ്യത്യസ്തമായിട്ട് ഭാവിയിൽ അതൊരു പോഡ്കാസ്റ്റും ചാനലായിട്ടും കൂടി മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇംഗ്ലീഷിൽ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റഗ്രാമിലുള്ള ഓഡിയൻസ് അങ്ങനെയാണ്. ഞാൻ പണ്ട് തൊട്ടേ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയപ്പം ഞാനതൊരു മലയാളികളെ മാത്രം ആലോചിച്ചിട്ട് തുടങ്ങിയൊരു ചാനലായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എന്താ പറയുക ഇംഗ്ലീഷിൽ ചെയ്യുന്നത്. യൂട്യൂബ് ഞാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയല്ല, ഞാൻ മലയാളത്തിലാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. അപ്പം നമ്മുടെ മലയാളികളെ ആലോചിച്ചിട്ട് മാത്രം തുടങ്ങിയൊരു ചാനലാണ്. തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. കാരണം ഏതൊക്കെ ഭാഷയിൽ നമുക്ക് നൈപുണ്യം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഭാഷ മലയാളത്തിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് കൂടുതൽ നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് മലയാളത്തിൽ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞൊരു വല്ലാണ്ട് നീട്ടണില്ല. ശരിക്കും ഇതൊരു ബോറിംഗ് ആണ്. അപ്പം അധികം ഫിൽറ്ററൊന്നും ഇല്ലാണ്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം മാക്സിമം ഞാൻ കഴിയുന്ന രീതിയിൽ എനിക്കിഷ്ടമുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇടുന്ന റീൽസ് എല്ലാം ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിലും നമുക്കിപ്പോൾ ഒരു നോൺ മലയാളി ഓഡിയൻസ്, മലയാളി ഓഡിയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നോൺ മലയാളി ഓഡിയൻസും കൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെയുള്ള റീൽസും ഞാനിവിടെ ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പം ഒരു ഫിൽറ്ററൊന്നും ഇല്ലാണ്ട് ഒരു എന്താ പറയുക ഒരു സാധാ കുറച്ച് എന്താ പറയുക നല്ല എനിക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ അത്ര മാത്രമേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ശരി, എന്നാ എല്ലാവർക്കും നല്ലൊരു വീക്ക് നേരുന്നു. ബൈ, കാണാം.